പവിത്രം ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയെ ലേബർ റൂമിലേക്ക് കയറ്റിയിരിക്കുകയാണ്. വേദയ്ക്കാണെങ്കിൽ പെയിൻ വരുന്നുണ്ട്. അപ്പം പ്രസവിക്കാനുള്ള സമയമാവുന്നുണ്ട്. ഈ സമയത്തും ഒട്ടും സുഖമില്ലാതെ കമലമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പം കാണേണ്ടവരെല്ലാം കയറി കണ്ടോളം പറയുന്നുണ്ട്. അങ്ങനെ മാഷും മക്കളും വിഷുവും വിനായകനും എല്ലാവരും കയറി കാണുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ കമലമ്മ മരിക്കുകയാണ്. ഈ സമയത്ത് രാധികയുടെയും കാര്യം പ്രശ്നത്തിലാവുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ മാറ്റുന്നുണ്ട്. പക്ഷേ രാധികയും രക്ഷിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും അറിയാതെ നമ്മുടെ തരുൺ വരികയാണ്. അപ്പോൾ തരുൺ വരുമ്പോൾ എന്നെ ചോദിക്കുന്നുണ്ട്, രാധിക എൻ്റെ അമ്മ എന്ന് ചോദിക്കുകയാണ്. അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് വെയ്യാതായെന്ന് പറയണം. അപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് സേതുലക്ഷ്മിയെയും അതേപോലെ തരുണിനെയും വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, രാധികയുടെ കണ്ടീഷൻ ഇച്ചിരി മോശമാണ്, തരുണിനെയും അമ്മയും കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ കയറി കാണുവാണ്. കയറി കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം രാധിക മരിക്കുകയാണ്. ഇതൊന്ന് താങ്ങാൻ വയ്യാതെ തരുൺ പൊട്ടിക്കരയുകയാണ്. അതുപോലെ തന്നെ സേതുലക്ഷ്മിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നാട്ടിലാണെങ്കിൽ കമലമ്മയുടെ മരണവിവരം എല്ലാവരും അറിയുകയാണ്. അപ്പം കമലമ്മ മരിച്ചത് മാഷിന് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ മാഷാണെങ്കിൽ വിശ്വത്തെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുകയാണ്. അതുപോലെ വിനായകനും വിഷു എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. ശ്രീജയും അതേപോലെ നന്ദിനി എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് കമലമ്മയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ബാക്കി വെച്ച് പോയിരിക്കുകയാണ്. ഈ സമയത്ത് വിക്രത്തിന് കൂടുതൽ പ്രശ്നങ്ങളാവുകയാണ്. അപ്പം പരോളൊക്കെ കഴിഞ്ഞ് വിക്രത്തെ കൊല്ലാനുള്ള തിരിച്ച് ജയിലിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നെ വിക്രത്തെയായിട്ട് ഏറ്റുമുട്ടുക, അതിൽ വിക്രത്തെ കൊല ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ അവിടെ ഇരുന്ന് വിക്രത്തിനോട് വെറുതെ ഉടക്കാൻ ചെല്ലിയാണ്. അപ്പം വിക്രത്തിനോട് ഓരോന്ന് പറഞ്ഞ് വഴക്കിടാൻ ചെല്ലിയാണ്. അവസാനം വിക്രത്തെ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വിക്രത്തിന് അത് സഹിക്കാൻ വയ്യാതെ അയാളെ തിരിച്ചടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര അടിയൊക്കെ ആവുന്നതുകൊണ്ട് ഇത്രയും നാൾ ഒരു പ്രശ്നത്തിൽ പോവാത്ത വിക്രം ആ ക്രിമിനലുമായിട്ട് അടിയുണ്ടാക്കുകയാണ്. മറ്റുള്ള പോലീസുകാർ ഓടി വന്ന് എല്ലാവരെയും പിടിച്ചൊക്കെ മാറ്റുന്നതുകൊണ്ട് ഈ സമയത്ത് വേദയെ ലേബർ റൂമിൽ കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഡെലിവറി നടക്കുകയാണ്. വേദയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. വേദയെ പോലെ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. അങ്ങനെ വേദയുടെ കുഞ്ഞ് ഈ ലോകം കാണുകയാണ്. അതേപോലെ തന്നെ വിക്രത്തിൻ്റെ അമ്മയും കമലയും രാധികയും മരണത്തിന് കീഴടങ്ങുകയാണ്. അങ്ങനെ സന്തോഷവും സങ്കടവും നിറഞ്ഞ കുറേ മുഹൂർത്തങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്.